എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സേമിയ വെച്ചിട്ടുള്ള ഒരു കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിലേക്കുള്ള ഒരു ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ കട്ടയൊന്നും ഇല്ലാതെ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുപ്പത്തേക്ക് വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം. ഇതൊരു പാതി പരുവാകുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് കുറുക്കി കൊടുക്കാം. ഒരുപാട് തീയൊന്നും ഇട്ട് കൊടുക്കല്, മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഇനി ക്രീം ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്രീം ചീസും ഇതിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. കുനാഫ സേമിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം സേമിയ വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബട്ടറൊക്കെ ഒന്ന് തടവി എടുക്കണം. അതിനായിട്ട് 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഈ ഒരു സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആ ബട്ടറൊക്കെ ഒന്ന് എത്തണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നമ്മൾ കേക്കൊക്കെ ചെയ്യും പോലെ തന്നെ ആ ഒരു ഇത് വെക്കുന്ന പാത്രവും നന്നായിട്ട് ചൂടാകാനായിട്ട് വെക്കണം. ഞാനൊരു കേക്ക് ടീനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബട്ടറൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ സേമിയ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ക്രീം മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പാത്രം വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ദാണ്ടെ ഈ ഒരു പാത്രം വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. അതിനുശേഷം ദാണ്ടെ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഞാൻ നെയ്യാണ് തടവി കൊടുക്കുന്നത്. ബട്ടറായാലും കുഴപ്പമില്ല. അപ്പോൾ ദാണ്ടെ ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഈ ഒരു പാത്രത്തിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ടും പിസ്തയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ കട്ട് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കേക്കിന് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.